ഈ വണ്ടി ഇതിന് മുന്നേ കസ്റ്റമർ പർച്ചേസ് ചെയ്ത കാലം പോലെ എൻ്റെ അടുത്ത് തന്നെയാണ് വർക്ക് എടുക്കണം. ഒരു 6-7 വർഷം ഇവർ വണ്ടി എടുത്തിട്ട് എടുത്ത സമയത്ത് വണ്ടിയുടെ കോലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വണ്ടി FI വണ്ടി ഇഞ്ചക്ടർ ആയിരുന്നു. ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാർബറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇപ്പോഴല്ല, ഒരു 6 വർഷമെങ്കിലും ആയി കാർബറ്റിലോട്ട് മാറ്റിയിട്ട്. പിന്നെ അതിനുശേഷം ആദ്യം വണ്ടിക്ക് മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാർബൺ ട്രാക്കിന് ശേഷം മൈലേജ് അത്യാവശ്യം വലുവുണ്ട് വണ്ടിക്ക്. പിന്നെ പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കാർബറേറ്ററിനേക്കാളും നല്ലത് ഇഞ്ചക്ടർ അല്ലേ? കാർബറേറ്ററിനെക്കാളും നല്ലത് ഇഞ്ചക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഈസി യൂസ് ഇഞ്ചക്ടർ ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കാർബറേറ്റർ ഇതിപ്പോ 350 ആണെങ്കിൽ 3042 രൂപ. E20 കാർബറേറ്റർ, നമ്മളെ നോർമൽ കാർബറേറ്റർ ആണെങ്കിൽ 3300. ഇതിന് E20ക്ക് 3042 കുറവാണ് വില. ഇത് ഒറിജിനൽ കാർബറേറ്ററിന്റെ വിലയാണ് പറയുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 400 5200 അങ്ങനെ എന്തോ 500ന്റെ വില. അതേ സമയത്ത് ഈ കാർബറേറ്ററിന് പകരം നമ്മളെ ഇഞ്ചക്ടർ ഉണ്ടിൽ വർക്ക് ചെയ്യുന്ന ത്രോട്ടിൽ ബോഡിയാണ്. ത്രോട്ടിൽ ബോഡിക്ക് 14,000-15,000 വിലയുണ്ട്. പിന്നെ ഫ്യൂൽ പമ്പ്, ഇവിടെ നമ്മൾ എണ്ണ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സ്റ്റെയിനർ, ഇതിന് 390 രൂപയാണ് ഒറിജിനലിന്റെ വില. ഫ്യൂൽ പമ്പ് 3-4 ടൈപ്പ് ഉണ്ട്. ഒരു മോഡൽ 8,000 രൂപ, വേറൊരു മോഡൽ 12 രൂപ. അപ്പൊ അത് ഈ എണ്ണ ഹൗസ്, പെട്രോൾ ഹൗസ് 10 രൂപയുള്ളൂ. മറ്റേ ക്ലിപ്പ് ടൈപ്പ് വരുമ്പോൾ 600-500 രൂപ അതിന് വരും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം കംപ്ലൈന്റ് ആകുമ്പോഴത്തേക്ക്, നമ്മളിപ്പം എക്സാമ്പിൾ പമ്പ് കംപ്ലൈന്റ് ആണെന്ന് വെച്ചു, നമ്മളൊരു 19,000 രൂപ എടുത്തൊരു പുതിയ പമ്പ് മേടിച്ചു വെച്ചു. 2-3 ആഴ്ച കഴിഞ്ഞ് ഇഞ്ചക്ടറോ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡിയോ കംപ്ലൈന്റ് ആയും ചെയ്യും, വീണ്ടും പണിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ പിന്നെ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വലിയ മെയിൻ്റനൻസ് വരത്തില്ല, ഈസി മെയിൻ്റനൻസ് ആണ്. നമുക്ക് കംപ്ലൈന്റ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്, കസ്റ്റമർക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്, പെട്ടെന്ന് പൈസ പോകത്തില്ല. അതായത് ഈ പമ്പോ ത്രോട്ടിൽ ബോഡിയോ മാറുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ. എവിടെയോ എൻ്റെ അടുത്തൊരു ആൾ ചോദിച്ചിട്ടുണ്ട്, പേഴ്സണൽ മെസ്സേജ് ആയിട്ട്, ഇതേപോലെ കാർബറേറ്റർ ഇഞ്ചക്ടറോ അല്ല ഇഞ്ചക്ടർ കാർബറേറ്ററോ ആക്കി കൊടുക്കുമോ എന്നുള്ള രീതിക്ക്. ഞാൻ അന്ന് ഷിജിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പൊ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ കാർബറേറ്റർ ആണ് ഏറ്റവും നല്ലത്, മൈലേജ് പരമായിട്ടും അല്ലേ? മൈലേജ് പരമായിട്ട്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നോർമൽ എനിക്ക് തോന്നുന്നു ഇഞ്ചക്ടർ ആണെങ്കിൽ 500 ഒരു 24-22 മൈലേജ്, കാർബറേറ്ററിന് ഇച്ചിരി മൈലേജ് കിട്ടും. 10-27 കിട്ടും. ഞാനൊരു 3-4 വണ്ടിക്ക് മുമ്പ്, ഇപ്പോഴല്ല ഒരുപാട് വർഷമായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വരണമെന്ന് പറഞ്ഞാൽ, അതായത് എന്താണ്, ഈ ഒറ്റ പരിപാടിയിൽ സിമ്പിളായിട്ട് എല്ലാം കാർബറേറ്ററിലോട്ട് മാറ്റിയ കസ്റ്റമർക്ക് പിന്നെ ഒരു കംപ്ലൈന്റ് ഇടുന്നുള്ള പേടിക്കണ്ട. പിന്നെ മാക്സിമം പോയ കാർബറേറ്റർ കംപ്ലൈന്റ് ആയി, അതിനപ്പുറം ഒരു കംപ്ലൈന്റ് വരില്ല.